രാഷ്ട്ര നിർമ്മാണത്തിന്റെ എല്ലാ മേഖലകളിലും യുവാക്കൾ നേതൃനിരയിലേക്ക് എത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യുവാക്കൾ രാജ്യത്തെ രാഷ്ട്രീയത്തിൽ നയിക്കണമെന്നും രാഷ്ട്രീയത്തെ തങ്ങളുടെ കുടുംബ സ്വത്തായി കരുതുന്നവർക്ക് രാഷ്ട്രീയം വിട്ടുകൊടുക്കാനാകില്ലെന്നുമാണ് അദ്ദേഹം തുറന്നടിച്ചത്. രാഷ്ട്ര നിർമ്മാണത്തിന്റെ എല്ലാ മേഖലകളിലും യുവത്വത്തെ നേതൃനിരയിലേക്ക് നയിക്കാൻ നാം തയ്യാറെടുക്കേണ്ടതുണ്ട്. സാങ്കേതിക വിദ്യയും മറ്റു മേഖലകളും പോലെ നമ്മുടെ യുവാക്കൾ രാഷ്ട്രീയത്തിലും രാജ്യത്തെ നയിക്കണം. രാഷ്ട്രീയം കുടുംബത്തിന്റെ സ്വത്തായി കരുതുന്നവർക്ക് രാഷ്ട്രീയം വിട്ടുകൊടുക്കാനാകില്ല. അതുകൊണ്ടാണ് 2025 ഞങ്ങൾ ഒരു പുതിയ തുടക്കം കുറിക്കാൻ പോകുന്നതെന്നും പറഞ്ഞ മോദി സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനമായ ജനുവരി 12 ഡൽഹിയിൽ യുവ നേതാക്കളുടെ സംവാദം സംഘടിപ്പിക്കുമെന്നും വ്യക്തമാക്കി. യുവജന ദിനത്തോടനുബന്ധിച്ച് ഡൽഹിയിൽ യുവ നേതാക്കളുടെ സംവാദം സംഘടിപ്പിക്കും. ഇതിൽ രാജ്യത്തുടനീളമുള്ള തിരഞ്ഞെടുക്കപ്പെട്ട 2000 യുവാക്കളെ ക്ഷണിക്കും. വികസിത ഇന്ത്യയുടെ പ്രമേയം യുവാക്കളുടെ വീക്ഷണകോണിൽ നിന്ന് ചർച്ച ചെയ്യുമെന്നാണ് മോദി പറഞ്ഞത്. സ്വാമി വിവേകാനന്ദനെ പോലൊരു മഹാനായ സന്യാസിയുടെ അനന്തമായ ഊർജ്ജമടങ്ങിയ വിത്തിൽ നിന്നുതിർന്ന വൃക്ഷമാണ് രാമകൃഷ്ണ മഠമെന്നും പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. എനിക്ക് അവസരം ലഭിക്കുമ്പോഴെല്ലാം ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് വരാൻ ശ്രമിക്കുന്നു, നിങ്ങളുമായി ബന്ധപ്പെടാൻ. വിജ്ഞാന പാരമ്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ അതിവേഗം മുന്നേറുകയാണെന്നും മോദി എടുത്തു പറയുന്നുണ്ട്. ഇന്ന് ഞങ്ങൾ അമൃതകാലിന്റെ ഒരു പുതിയ യാത്ര ആരംഭിച്ചു. ഞങ്ങൾ വികസിത് ഭാരത് എന്ന ഉറച്ച തീരുമാനമെടുത്തു. അത് നിറവേറ്റുകയും നിശ്ചിത സമയപരിധിക്കുള്ളിൽ പൂർത്തിയാക്കുകയും വേണം. ഇന്ത്യയുടെ യുവത്വം അതിന്റെ കഴിവും ശേഷിയും ലോകത്ത് തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. പരിഷ്കരണം, പ്രകടനം, പരിവർത്തനം എന്നീ മന്ത്രങ്ങളിലൂടെ ഇന്ത്യ വിവിധ മേഖലകളിൽ വിജയം കൈവരിച്ചു. ഇന്ത്യ ലോകത്തിലെ 5ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറി. ഇന്ന് ലോകം രാജ്യത്തിന്റെ എല്ലാ മേഖലകളിലെയും വികസനം ഉറ്റുനോക്കുന്നു. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഇന്ത്യ 5ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറി. ലോകത്തിലെ എല്ലാ നിക്ഷേപകരും ഇന്ന് ഇന്ത്യയെക്കുറിച്ച് ആവേശഭരിതരാണെന്നും പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. സത്യത്തിൽ കുടുംബവാഴ്ച എന്ന് മോദി ഉദ്ദേശിച്ചത് ഗാന്ധി കുടുംബത്തെയാണെന്ന് നിസ്സംശയം പറയാം. രാഹുൽ, പ്രിയങ്ക, സോണിയ എന്നിവർ മാറി പുതുതലമുറയെ സ്വാഗതം ചെയ്യുകയാണ് നരേന്ദ്രമോദി.